ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യം അതായത് മാരേജ് കഴിഞ്ഞുള്ള ജീവിതത്തിലുള്ള സംഭവിക്കുന്നൊരു കാര്യത്തെക്കുറിച്ചാണ്. അവരിലേക്ക് മാത്രം എത്തിക്കേണ്ട ഒരു വീഡിയോ ആണ്. നമുക്കിപ്പം കല്യാണം കഴിഞ്ഞ് നമുക്കിപ്പോൾ മറ്റൊരാളെ സ്നേഹിക്കാൻ നമുക്ക് കഴിയത്തില്ല. നമുക്ക് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ ഉദാഹരണം, ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് എൻ്റെ വൈഫിനെ മാത്രമേ എനിക്ക് സ്നേഹിക്കാൻ കഴിയത്തുള്ളൂ. എനിക്ക് മറ്റൊരാളെ സ്നേഹിക്കാൻ കഴിയത്തില്ല. അപ്പം നമുക്ക് ആ സ്നേഹം, എൻ്റെ വൈഫ് എനിക്ക് തരുന്ന സ്നേഹം അത് എത്രത്തോളമാണെന്നുള്ള അവളുടെ ഇഷ്ടത്തിനനുസരിച്ചല്ലേ എനിക്ക് തരുന്നത്. അല്ലാതെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്കൊരു കാരണവശാലും ആ സ്നേഹം നമുക്ക് പിടിച്ചു വാങ്ങാൻ കഴിയുന്നതല്ല. അപ്പം എൻ്റെ സ്നേഹമെന്ന് വെച്ചാൽ എനിക്ക് അവളോടുള്ള സ്നേഹം ഞാനത് എനിക്കെങ്ങനെയാണ് സന്തോഷമാകുന്നത് ആ രീതിയിൽ എനിക്ക് പ്രകടമാക്കാൻ കഴിയത്തുള്ളൂ. അവൾ ഇഷ്ടപ്പെടുന്ന ഏത് രീതിയിലാണെന്ന് എനിക്കറിഞ്ഞില്ല. പക്ഷേ ഇതിനിടയ്ക്ക് നമുക്കൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാവും. കാരണം എൻ്റെ ഇഷ്ടത്തിന് അവളും അവളുടെ ഇഷ്ടത്തിന് ഞാനും. അതൊരു അഡ്ജസ്റ്റ്മെൻ്റാണ്. അതാ സ്നേഹം. നമുക്ക് ഈ ഒറ്റ ജന്മമേ ഉള്ളൂ. ആ ജന്മത്തിൽ നമ്മളെ സ്നേഹിക്കുന്നവരെ നമുക്ക് തിരിച്ചും സ്നേഹിക്കുക. എത്രത്തോളം സഹായിക്കാൻ കഴിയും, എത്രത്തോളം അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ എത്രത്തോളം അഡ്ജസ്റ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു ഓപ്ഷനില്ല. നമ്മൾ കാരണം ആൾ സന്തോഷമാണോ, അതേപോലെ തന്നെ ആ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ആൾ കാരണം നമ്മൾ സന്തോഷമാണോ, ആ ഒരു രീതിയിലാണ് ഇപ്പം കല്യാണം കഴിഞ്ഞവർ ചിന്തിക്കേണ്ടത്. അല്ലാതെ എൻ്റെ ഇഷ്ടത്തിന് വാശി പിടിച്ചു കഴിഞ്ഞാൽ മാരേജ് ലൈഫ് അവിടം കൊണ്ടങ്ങ് തീരുവാണ്. പിന്നെ ആ കുടുംബത്തിൽ ഇഷ്ടംപോലെ പ്രോബ്ലംസ് വരും. ഇന്നത്തെ കാലത്തും തലമുറകളൊക്കെ കണ്ടുവരുന്നൊരു പ്രശ്നമാണ്. ഒന്നോ രണ്ടോ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് പോകുന്ന ഡൈവോഴ്സ്. എനിക്കെന്താ വേറെ പെണ്ണ് കിട്ടിക്കോ, അല്ലെങ്കിൽ എനിക്കെന്താ വേറെ ചെറുക്കൻ കിട്ടിക്കൂടെ. പക്ഷെ അതല്ല. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഒരു ലൈഫ് സ്റ്റാൻഡേർഡ് തന്നെ അവിടെ താളം തെറ്റി. അതായത് സത്യം പറഞ്ഞാൽ ലൈഫേ തീർന്നു പോകുന്നൊരവസ്ഥയാണ്. പിന്നെ നമ്മൾ എന്തൊക്കെ തീരുമാനം എടുത്താലും നമ്മുടെ ലൈഫിലൊന്നും നേരെ ആവത്തില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ മാരേജ് കഴിക്കുന്നതിന് മുന്നേ നിങ്ങളത് സ്വയമായിട്ട് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കണം. അതിന് ശേഷമേ മാരേജ് എന്നുള്ള ഇതിലേക്ക് പരസ്പരം മനസ്സിലാക്കിയതിന് ശേഷമേ കല്യാണം എന്നുള്ള ഇതിലേക്ക് കടക്കാവുള്ളൂ. കാരണം ഇന്നത്തെ തലമുറകൾ അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിലെല്ലാം ഒരുപാട് ഇഷ്യൂസ് വരുന്നുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് നിങ്ങളുടെ മൈൻഡിലേക്കൊന്ന് ഉൾക്കൊള്ളാൻ വേണ്ടി മാത്രം പറഞ്ഞൊരു വാക്കുകളാണ്. ഓക്കെ, താങ്ക് യു.